ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഏലിയ സ്ലിവ മൂശക്കാലത്തിൻ്റെ 8ാം ഞായറാഴ്ചയിലേക്ക്, ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലേക്ക്, മൂശ 4ാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 42ാം അധ്യായത്തിൽ സഹനദാസനായ ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണ്. അവിടെ 9ാം വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്: പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി. ഇതാ, ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് നൽകുന്നു. ഈശോയുടെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം പുതുമ നിറഞ്ഞവയായിരുന്നു. പുതിയ കാര്യങ്ങളോട് മറുതലിച്ച് നിന്ന ജനങ്ങളുമായുള്ള സംവാദങ്ങളും സംഘടനകളും കൂടിയാണ് കർത്താവിൻ്റെ ആ പരസ്യ ജീവിതത്തിലൂടെ കാണുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 22ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സംവാദമാണ് കാണുന്നത്. ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ കാത്തിരിക്കുക, യുഗാന്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഈ ലോകത്തിൻ്റെ നാഥനായ ഈശോ മിശിഹ വരും ലോകത്തിൻ്റെയും നാഥനാണ്. കർത്താവിലുള്ള വിശ്വാസം ഈ ലോകത്തിൽ മാത്രമല്ല, ഇതിനപ്പുറത്തേക്കുമുണ്ട്. അങ്ങനെ നിത്യജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രബോധനം അവിടെ നൽകുകയാണ്. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ 1 തിമോത്തി 2:4, അതുപോലെ തന്നെ 1 തിമോത്തി 3:7 ഇവിടെയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ നമുക്ക് നൽകുന്നത് ദ നോളജ് ഓഫ് ട്രൂത്ത്, സത്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നു, സത്യപ്രബോധനങ്ങൾ നൽകുന്നു. ഒരുപാട് അവ്യക്തമായ പ്രബോധനങ്ങൾക്കിടയിൽ, ഒരുപാട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്കിടയിൽ ശരിയായ പ്രബോധനവും മാർഗനിർദ്ദേശവും നൽകുന്ന, യഥാർത്ഥത്തിൽ ജീവനിലേക്ക് നയിക്കുന്ന ഒരു ജീവന കലയുടെ നാഥനാണ് ഈശോ. ആർട്ട് ഓഫ് ലിവിങ് ബെനഡിക്ട് മാർപ്പാപ്പ സ്പേസ് സാൽവി ചാക്രി ലേഖനത്തിൽ പ്രത്യേകം പ്രസ്താവിക്കുന്നതാണ്. ഈശോ ഒരു തത്വജ്ഞാനിയെപ്പോലെ തന്നെ ദൈവീയ കാര്യങ്ങൾ മാത്രമല്ല, മാനുഷിക കാര്യങ്ങളും പഠിപ്പിക്കുകയും ജീവിക്കുവാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ജീവിതത്തിലും നിത്യജീവിതത്തിനും ആവശ്യമായ കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് നേരിടുന്ന പല സമൂഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഫരിസയർ. മത്തായിയുടെ സുവിശേഷം 22ാം അധ്യായം 15 മുതൽ ഫരിസയർ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം. അതായത് 21ാം അധ്യായം മുതൽ ഈശോ ഈ ജെറുസലേമിലേക്ക് പെസഹായ്ക്ക് വരുന്ന സന്ദർഭത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പ്രതിയോഗികളെ കണ്ടെത്തുകയാണ്. ഈശോയ്ക്ക് എതിര് നിൽക്കുന്നതുകൊണ്ട് സംസാരിക്കുകയാണ്, അവർക്ക് വ്യാഖ്യാനങ്ങൾ നൽകി കൊടുക്കുകയാണ് ഈശോ. അവിടെ സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഫരിസേയർ ചോദിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതിന് കർത്താവ് കൃത്യമായ മറുപടി നൽകി. അങ്ങനെ ഫരിസേയരെ അവിടുന്ന് വാസ്തവത്തിൽ തോൽപ്പിക്കുകയാണ് തൻ്റെ സംവാദത്തിലൂടെ. തുടർന്നാണ് മറ്റൊരു പ്രധാന വിഭാഗം, പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്ന സദ്ദുക്കായർ അവനെ സമീപിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സദ്ദുക്കായർ എന്ന് പറയുമ്പോൾ അവർ ഫരിസേയരെ പോലെയല്ല, അവർ സമൂഹത്തിലെ വരേണ്യ വർഗമായിരുന്നു. സാദോക്ക് എന്ന പുരോഹിതൻ്റെ പിന്മുറക്കാരാണ്. ഈ സാദോക്ക് അഹറോൻ്റെ പുത്രനായ ഏലിയാസറിൻ്റെ പുത്രൻ. ഈ സാദോക്കാണ് സോളമനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. 1 രാജാക്കന്മാർ 1:14, അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 24:3. അപ്പോൾ ഈ സാദോക്കിൻ്റെ പിൻഗാമികളായി അനന്തരതലമുറയായിട്ട് വരുന്ന പുരോഹിത ഗണം വലിയ ശക്തി ആർജിച്ച ഒരു ഗണമായി മാറി. പ്രത്യേകിച്ച് യഹൂദ ജെറുസലേം ദേവാലയത്തിൻ്റെ മുഴുവനും ഭരണകാര്യങ്ങളൊക്കെ നടത്തുന്ന സമൂഹത്തിലെ ഒരു പ്രമാണി വർഗമായി അവർ മാറി. മാത്രമല്ല, അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ തോറ, നിയമ ഗ്രന്ഥം മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. മറ്റുള്ള ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ, മറ്റു ഗ്രന്ഥങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അവർ ലോകവുമായി റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണമായിട്ടൊക്കെ ഇടപെട്ട് ഗ്രീക്ക് സ്വാധീനം വഴി യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശ്വാസം തന്നെ പ്രായോഗികമായിട്ട് ഇല്ലാതായിത്തീരുന്ന ഒരു സമൂഹമായി മാറി. അവരുടെ പ്രത്യേകത അപ്പസ്വല പ്രവൃത്തിയിൽ 23ാം അധ്യായം 18ാം വാക്യത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകത, അവർ പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നു.
അവർ പറയുന്നു ആത്മാവില്ല. അതുപോലെ തന്നെ മനുഷ്യന് മാലാഖമാരുടെ സാന്നിധ്യം അതില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹമാണ്. ചുരുക്കം പറഞ്ഞാൽ പ്രായോഗികമായ നിരീശ്വരന്മാരായി മാറിയെന്നാണ് അർത്ഥം. ഇങ്ങനെ ദേവാലയവും ദൈവീക കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് അവർ പ്രായോഗിക നിരീശ്വരത്തിലേക്ക് വന്നു വീണതിൻ്റെ കാരണമെന്താണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക്ട് 16 തിരഞ്ഞെടുപ്പ് മുമ്പുള്ള പ്രീ കോൺക്ലേവ്, ആ കോൺക്ലേവ് സമ്മേളനത്തിൽ വളരെ നൂതനമായ ഒരു സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയുണ്ടായി. അത് പറഞ്ഞിരിക്കുന്നത് സഭയിൽ കാലക്രമേണ ഒരു സ്പിരിച്വൽ വേൾഡിനെസ്, ലൗകികമായ ആത്മീയമായ ലൗകികത, അപ്പം ലൗകികത കടന്നുകൂടിയിരിക്കുന്നു. സഭയുടെ യഥാർത്ഥ സ്വഭാവം, സഭയുടെ ദൈവിക സ്വഭാവം, വിനീത സ്വഭാവം അരുകുകളിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടതിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതിന് പകരം ഒരുതരം വിജയോന്മുക്തത, പൗരോഹിത്യ അധികാര പ്രയോഗം, ക്ലറിക്കലിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്നു. US കോൺഗാറിൻ്റെ സ്പ്ലെൻഡർ ഓഫ് ദ ചർച്ച്, സഭ എന്താണ്? സഭ പ്രബോധനം നൽകുന്ന, വിശുദ്ധീകരിക്കുന്ന, പാവങ്ങൾക്ക് ശുശ്രൂഷ നൽകുന്ന ദൈവികമായ ഒരു സംവിധാനമാണ് സഭ. ആ ദൈവികതയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പറഞ്ഞതുപോലെയാണ് ഈ സദ്ദുക്കായർക്കുണ്ടായ അവസ്ഥ, ഒരു തരത്തിലുള്ള സ്പിരിച്വൽ വേൾഡിനെസ്. അപ്പം ലൗകികതയിൽ അഭിരമിച്ച് ഈ ഗ്രീക്ക് ചിന്തകളുമായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ടപ്പോഴേക്കും അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതൽ വിരിയുന്ന പല കാര്യങ്ങളും, മാലാഖമാരെക്കുറിച്ചുള്ള ദർശനം, നിത്യജീവിതത്തെക്കുറിച്ച് ദർശനമെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പുനരുത്ഥാനമില്ല എന്നവർ വിശ്വസിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഈശോയെ സമീപിച്ച് ചോദിക്കുകയാണ്, ഒരു ഉദാഹരണം തന്നെ ചോദിക്കുകയാണ്. ഒരു സഹോദരൻ ഒരുവേള വിവാഹം കഴിച്ചു, സന്താനമില്ലാതെ അവൻ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്യണമെന്നും സഹോദരൻ്റെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നും മോശ അനുശാസിക്കുന്നു. നിയമാവർത്തന പുസ്തകം 25:5 ആണ്. അതൊരു പ്രാചീന സമൂഹങ്ങളിൽ ഇന്നും ആഫ്രിക്കയിലും ഏഷ്യയിലുമൊക്കെയുള്ള പല സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പതിവാണ്, ഒരു കഷ്ടമാണ്. ലവീർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ഭർത്താവിൻ്റെ സഹോദരൻ എന്നാണ്. അപ്പോൾ ലെവിറേറ്റ് മാരേജ് എന്ന് പറയും. അപ്പോൾ ആ വിധവയായ സ്ത്രീയെ സംരക്ഷിക്കുവാനും കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ തുടരുവാനും കുടുംബത്തിൻ്റെ വസ്തുവകൾ നഷ്ടപ്പെടാതിരിക്കുവാനും ഉണ്ടായിട്ടുള്ള ഒരു ഏർപ്പാടാണത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിയുമ്പോൾ അങ്ങനെ 7-ാമൻ വരെയും ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇതുപോലെ നേരെ മറിച്ച് സഹോദരി ഭാര്യ മരിച്ചാൽ അതിൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യുന്ന സംവിധാനമുണ്ടായിരുന്നു. അതിനാണ് സോററൈറ്റ് മാരേജ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള വ്യവസ്ഥിതികളാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഉദാഹരണം എടുത്ത് കാണിച്ചുകൊണ്ട് ഈശോയോട് ചോദിക്കുകയാണ്, ഈ പുനരുത്ഥാനത്തിൽ, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ 7 പേരിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? അപ്പോഴാണ് ഈശോ കൊടുക്കുന്ന മറുപടി 29-ാം വാക്യം, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൻ്റെ പ്രബോധനം കർത്താവ് നൽകുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവർ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. അതിന് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, പിന്നെയോ അവർ സ്വർഗത്തിലെ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. സദ്ദുക്കായർ ദൈവദൂതന്മാരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടി കൊടുക്കുകയാണ്, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. തുടർന്നാണ് ഈശോ അവരംഗീകരിക്കുന്ന ഒരു പുസ്തകം, അത് തോറ, അതായത് പഞ്ചഗ്രന്ഥം. അതിൽ പുറപ്പാട് പുസ്തകത്തിൽ വാക്യങ്ങൾ എടുത്തു പറയുകയാണ്. 3:13 അവിടെ പറയുകയാണ്, നമ്മുടെ ദൈവം ആരാണ്? പുറപ്പാട് പുസ്തകം 3:6 അതിൽ പറയുകയാണ്, നമ്മുടെ ദൈവം ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാണ് എന്നും മരിച്ചവരുടെ പുനരുത്ഥാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുളിച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പോസ്തലപ്രവൃത്തി 3:13, 7:32 ഒക്കെ ഈ വാക്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നത് ഞാൻ ആരുടെ ദൈവമാണ്? ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. അബ്രാഹവും യാക്കോബും ഇസഹാക്കും ഒക്കെ ജീവിക്കുന്നവരാണ്. ഡൊമിനിക്കൻ ബൈബിൾ പണ്ഡിതനായ ഡ്രേഫൂസ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ അർത്ഥം, ഐ ആം ദ പ്രൊട്ടക്ടർ ഓഫ് അബ്രഹാം, ഇസഹാക്ക് ആൻഡ് ജേക്കബ്.
അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സംരക്ഷകനാണ്. കാരണം അവർ ജീവിക്കുന്നു, അവരെ ഞാൻ സംരക്ഷിക്കും. മരിച്ച ഒരാളെ സംരക്ഷിക്കേണ്ടല്ലോ, അപ്പോൾ അവർ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇതാണ് ഈശോ നൽകുന്ന പ്രബോധനം. നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ദൈവം ഒരു മോർച്ചറി സൂക്ഷിപ്പുകാരനല്ല, അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. അപ്പോൾ കർത്താവ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നിത്യജീവനിലെക്കുറിച്ചുള്ള വലിയൊരു പാഠം നൽകുകയാണ്. അവൻ്റെ പ്രബോധനം കേട്ടപ്പോൾ അവരെല്ലാവരും വിസ്മയിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ പ്രബോധനത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഇതിൽ വിരിയുന്ന വെളിപാടിൻ്റെ ഒരു പ്രധാന പ്രമേയം അതാണ്. അതായത് നിത്യജീവനിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു, കർത്താവ് നമുക്ക് ഉയർപ്പ് നൽകുന്നു, നിത്യജീവൻ നൽകുന്നു. വിശ്വാസ പ്രമാണത്തിൽ നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നുണ്ട്, പാവമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും നിത്യായുസ്സിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോ നിത്യജീവൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കർത്താവ് ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്നുള്ള പ്രബോധനം നൽകുകയാണ്. വാസ്തവത്തിൽ എസ്കറ്റോളജി, അതായത് യുഗാന്ത ചിന്ത, മനുഷ്യൻ്റെ ജീവിതാന്ത്യം എന്താണ്, അതേക്കുറിച്ചുള്ള തെറ്റായ പ്രബോധനങ്ങൾ മനുഷ്യരാശിക്ക് വലിയ അപകടങ്ങൾ ഇന്നും വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളുണ്ട്. ചില മതവിഭാഗങ്ങളിൽ ജനിമൃതികളുടെ പരമ്പരകളിലൂടെയാണ് മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത്. അത് പ്രായോഗികമായ തലത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങളിലേക്കും അടിച്ചമർത്തലിലേക്കും കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണമായി, ഒരു ശൂദ്രനായി ഒരു അടിമയായിട്ട് നീ ജനിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മുജ്ജന്മത്തിനെന്തോ പാപം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നീ അതിന് പരിഹാരം ചെയ്യണം. പക്ഷെ അതിന് പകരം നീ പഠിക്കാൻ പോവുക, ഉന്നത വിദ്യാഭ്യാസം നേടുക, അതൊക്കെ ചെയ്താൽ ദൈവകൽപ്പനയ്ക്കെതിരാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു തെറ്റായ ഒരു യുഗാന്തോന്മുഖ ചിന്തയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. രണ്ടാമത്തെ മനുഷ്യ ശരീരം അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചില തീവ്രവാദ സംഘടനകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർ അവർ ജീവൻ കളയാൻ വേണ്ടി അല്ലെങ്കിൽ ചാവേറുകളായി മാറി ജീവൻ നശിപ്പിക്കുക ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അങ്ങനെ ചെയ്താൽ അവർക്ക് വലിയ സ്വർഗം ലഭിക്കും, അവരുടെ ശരീരം ഉയർക്കും, ശരീരം അതുപടി ഉയർക്കുക മാത്രമല്ല അവിടെ ഈ ഭൂമിയിൽ നിഷിദ്ധമായ മദ്യവും മധുരയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കും, ജടിക രീതിയിലൊക്കെ ജീവിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തകളുണ്ട്. മറ്റൊന്ന്, ഈ പറുദീസ എന്ന് പറയുന്നത്, പറുദീസ വരാനിരിക്കുന്ന ലോകത്തിലല്ല, ഇവിടെ തന്നെയാണ്. ഭൗതികവാദത്തിലൂടെ മാർക്സിയൻ ചിന്താഗതി പറയുന്നതാണ്. അതാണ് ഇമ്മനൻറ്റ് എസ്കറ്റോളജി. ഇവിടെ തന്നെയാണ് പറുദീസ. അതും യുഗാന്ത്യോന്മുഖത്തെക്കുറിച്ചുള്ള തെറ്റായൊരു വ്യാഖ്യാനമാണ്. സ്വർഗവും നരകവും ഇവിടെ മാത്രം, വരാനിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയുള്ള വളരെ വിചിത്രമായ പ്രത്യേകമായ ഒരു ചിന്താഗതി ഭൗതികവാദത്തിലുള്ള അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. ദൈവമില്ല, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ഈ സദ്ദുക്കായരെ പോലെ തന്നെയുള്ള ചിന്താഗതികളാണ്. ഇത്തരം ചിന്താഗതി, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് പെൻഡക്കോസ്റ്റൽ ചിന്താഗതികളുണ്ട്. അവർ ചിന്തിക്കുന്ന റപ്ചർ, ഞൊടിയിടയിൽ കർത്താവ് വരുമ്പോൾ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോകും, നല്ലവരെ സ്വർഗത്തിലേക്ക്, അല്ലാത്തവരെ ശിക്ഷയിലേക്ക്, ഏത് നിമിഷവും കർത്താവ് വരും. അങ്ങനെ ചിന്തിക്കുന്ന പ്രൊട്ടസ്റ്റൻ്റ് പെൻഡക്കോസ്റ്റൽ വിഭാഗങ്ങളുണ്ട്. ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് കർത്താവിൻ്റെ ആ ആഗമനം, കർത്താവിൻ്റെ വരവോടുകൂടി തന്നെ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു, അവിടുന്ന് വീണ്ടും വരും. ആ വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ പുതിയ യുഗത്തിലാണ് സഭയുടെ യുഗം. മറ്റൊന്നുള്ള ഈ എസ്കറ്റോളജി അല്ലെങ്കിൽ യുഗാന്ത ചിന്തകൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉണ്ടായിട്ടുള്ള ചിന്തയാണ് നാസിസം. ജർമ്മനിയിൽ ത്രിറ്റ് റൈഹ് എന്ന് പറയും. മൂന്നാം ഭരണം, റോമ ഭരണവും ജർമ്മൻ ഭരണവും കഴിഞ്ഞ് ഒരു മൂന്നാം ഭരണം, ശരിയായ ഭരണം ഞങ്ങളാണ് നടത്തുന്നത്, സംശുദ്ധമായ ആര്യൻ ഭരണം. ആ പേര് പറഞ്ഞ് ഒത്തിരി ആളുകൾ യഹൂദരെയും മറ്റ് ക്രൈസ്തവരെയും ഒക്കെ കൊന്നൊടുക്കുന്ന ചിന്താഗതി, ഫാസിസ്റ്റ് ചിന്താഗതിയൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ ഒരു വലിയ രാജ്യം സൃഷ്ടിക്കും, ആ രാജ്യത്തിലെല്ലാം ഉണ്ട്, എല്ലാ നന്മകളും ലഭിക്കും എന്നുള്ള ചിന്താഗതികൾ. യോവാക്കിം ഫിയോറെ എന്നുള്ള ഒരു
ദൈവശാസ്ത്രജ്ഞൻ 12-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് പഴയ നിയമം പിതാവിൻ്റെ കാലഘട്ടമാണെങ്കിൽ പുതിയ നിയമം പുത്രൻ്റെ കാലഘട്ടമാണ്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഒരു 3-ാം കാലഘട്ടം യുഗം വരും. അപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് ത്രിറ്ററൈഹ്യം, 3-ാം ലോകം ഞങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ രീതിയിലുള്ള എസ്കറ്റോളജി എല്ലാം യുഗാന്ത്യോന്മുഖത കാണിക്കുന്ന സമൂഹങ്ങൾ. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്രിസ്തീയ വിശ്വാസം എന്തിനാണ് അടിയുറച്ചിരിക്കുന്നത്? പൗലോസ് പറയുന്നു 1 കൊറിന്തോസ് 15:16 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് ഉയർത്തെങ്കിൽ മാത്രം, കർത്താവ് ഉയർപ്പാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ കർത്താവ് ഉയർത്തിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പ്, ഈശോമിശിഹായുടെ ഉത്ഥാനം, അത് വലിയൊരു ഉറപ്പ് നമുക്ക് നൽകുകയാണ്. 1 കൊറിന്തോസ് 15:19 പറയുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ അവസ്ഥ മറ്റു മനുഷ്യരെക്കാൾ പരിതാപകരമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഈശോയിൽ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം ശുഷ്കമാണ്, ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം നിത്യജീവനിലേക്ക് ഊന്നി നിൽക്കുന്ന ഒരു വിശ്വാസമാണ്. പ്രോസ്പെരിറ്റി പ്രീച്ചിങ് എന്ന തരത്തിലുള്ള പ്രസംഗ രീതിയുണ്ട്. പ്രത്യേകിച്ച് പെൻ്റക്കോസ്റ്റൽ മേഖലകളിലുള്ളതാണ്. ദൈവത്തിൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് എല്ലാ സമൃദ്ധിയും അവിടെ നൽകുന്നു, എല്ലാ രോഗങ്ങളിൽ നിന്നും സുഖം നൽകുന്നു, പുതിയ എല്ലാം നൽകുന്ന ഒന്നായി മാറുകയാണ്. ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രോസ്പെരിറ്റി പ്രീച്ചിങ്, ഇതെല്ലാം തെറ്റായ എസ്കറ്റോളജി പ്രഖ്യാപിക്കുന്ന വീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്ന ശരിയായ പ്രബോധനം, ആ പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആണ് നമ്മൾ ജീവിക്കേണ്ടത്. എങ്ങനെയാണ് മനുഷ്യ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നത്? പൗലോസ് 1 കൊറിന്തോസ് 15:46 വിതയ്ക്കുന്നത് ഭൗതിക ശരീരമാണെങ്കിൽ ഉയർക്കുന്നത് ആത്മീയ ശരീരമാണ്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം, ഉയിർപ്പ് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ അടിസ്ഥാനം ഉള്ള കാര്യമാണ്. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാഹാം ഇസ്ഹാക്കിനെ ബലികഴിക്കാൻ തുടങ്ങുമ്പോൾ മരിച്ചവരിൽ നിന്നും പുനരുത്ഥാനം നടത്തുവാൻ, ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം അയാൾ വിശ്വസിച്ചു എന്നാണ്. അങ്ങനെ വിശ്വാസത്തിലൂടെ തലമുറകളുടെ വിശ്വാസത്തെക്കുറിച്ച് എണ്ണി പറയുകയാണ്. കാണപ്പെടാത്ത ഉണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം. അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസം പ്രത്യാശയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പ്രത്യാശ നിറഞ്ഞ ജീവിതമാണ് ഉണ്ടാകേണ്ടത്. ഭൗതികമായ മേഖലയിലുള്ള ജീവിതം, ഭൗതികമായ സ്വാർത്ഥപരമായ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഭൗതിക ജീവിത അവസ്ഥയാണ്. അതായത് വിഗ്രഹാരാധനയിൽ, അതായത് സത്യദൈവത്തെ ആരാധിക്കുക, തെറ്റായ ആരാധനകൾ, തെറ്റായ സിദ്ധാന്തങ്ങൾ തെറ്റായ ജീവിതത്തിലേക്ക് തന്നെ നയിക്കും. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം 12:29 പറയുകയാണ്, നിങ്ങൾ എപ്രകാരം ദേവന്മാരെ സേവിച്ചു, 29:30 എപ്രകാരം നിങ്ങൾ ദേവന്മാരെ സേവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തുള്ള മറ്റ് ആളുകളെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധാലുവാകണം. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. 14-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ വിജാതീയരെ പോലെ മരിച്ചവരെ പ്രതി ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിൻ്റെ മുൻഭാഗം മുണ്ടനം നടത്തുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനങ്ങളും നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് വിഗ്രഹാരാധനയിൽ നിന്ന്, അന്യ ദേവന്മാരിൽ നിന്ന്, വ്യത്യസ്ത ചിന്താഗതികൾ, മതചിന്തകളിൽ നിന്നെല്ലാം സ്വതന്ത്രരായി വിമോചകനായ കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് വിമോചിപ്പിക്കുന്നവനാണ്, ശരിയായ പ്രബോധനം നൽകുന്നവനാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നമ്മളത് കാണുന്നത്, അവൻ ചതഞ്ഞ ഞാങ്ങണ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല എന്ന് പറഞ്ഞാൽ അവൻ ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവനാണ്. അവൻ തുടർന്ന് പറയുകയാണ്, ഞാൻ നിന്നെ കൈ പിടിച്ച് സംരക്ഷിച്ചു, അന്ധർക്ക് കാഴ്ചയും നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. 42:7
അപ്പോൾ ഈശോ മിശിഹാ ഇതെല്ലാം പൂർത്തിയാവുകയാണ്. യഥാർത്ഥ വിമോചകൻ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന യഥാർത്ഥ മോചനം നൽകുന്നവനാണ് കർത്താവായ ഈശോ മിശിഹാ. തിരുസഭയും ഈ മോചനത്തിൻ്റെ സദ്വാർത്ത എല്ലായിടത്തും അറിയിക്കണം, എല്ലാവരിലും അറിയിക്കണം, പ്രത്യേകിച്ച് അഗതികളും അവഗണിക്കപ്പെട്ടവരിലുമൊക്കെ. ഇന്നത്തെ ലേഖനം അതാണ് പറയുന്നത്. 1 തിമോത്തിയോസ് 5-ാം അധ്യായം, അവിടെ ഒരു ശുശ്രൂഷ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രായമുള്ളവരെ നീ ശകാരിക്കരുത്, അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരങ്ങളെപ്പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെപ്പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. 5:1-2. തുടർന്ന് വിധവകളെക്കുറിച്ച് പറയാം. ഇന്നത്തെ സുവിശേഷം അത് തന്നെയാണല്ലോ. അപ്പോൾ ആ വിധവകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരെന്ത് ചെയ്യണം, അവരെ ചേർത്ത് നിർത്തണം. അത് പ്രാർത്ഥനയിൽ ഏകാഗ്നിയായ യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. അപ്പോൾ വൈധവ്യത്തിൽ വന്നു കഴിയുമ്പോൾ അവർ പ്രാർത്ഥനായ ജീവിതത്തിലേക്ക് പോകണം. പക്ഷേ ചെറുപ്പക്കാരായ പ്രായം കുറഞ്ഞ വിധവകളാണെങ്കിൽ അവർ അലസകാരാകാതെ ഇരിക്കുവാൻ, അനാവശ്യമായ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുവാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അവർ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ അവരെയും സംരക്ഷിക്കുവാൻ, അങ്ങനെ സഭ അവഗണിക്കപ്പെട്ടവർ, ആരുമില്ലാത്തവരെ ചേർത്ത് നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു സഭയാണ് ഈ പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ വിഭാവനം ചെയ്തത്. അതിന് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള ആ സഭ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു സഭയാണ്. നമ്മുടെ കുർബാനയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് മരിച്ചവരുടെ ഉയിർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിത്യജീവനും കാരണമാകട്ടെ എന്നാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ളതാണ്. കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, ഏത് പ്രാർത്ഥനകൾ പരിശോധിച്ചാലും അവിടെ കാണാൻ കഴിയും, അത് യുഗാന്തോന്മുഖമായ കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ സൂചിപ്പിക്കുന്ന, വരാനിരിക്കുന്ന കർത്താവിനെ എതിരേൽക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. വാസ്തവത്തിൽ ആ പ്രാർത്ഥനയുടെ ചൈതന്യം അനുസരിച്ചാണെങ്കിൽ കാർമ്മികൻ കിഴക്കോട്ട് തിരിഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ അങ്ങനെ എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ, നമ്മുടെ കുർബാന സ്വീകരണം മുതൽ അവസാനം വരെയും വരാനിരിക്കുന്ന കർത്താവിനെ പ്രത്യാഗമനത്തിന് സ്വീകരിക്കാനിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ജീവൻ്റെ നാഥനാണ്. അവിടുന്ന് ആ ജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നവനാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മരിച്ചവർ എന്നുള്ള വാക്ക് തന്നെ ഈ സുറിയാനി ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്നില്ല. അന്നീതെ, ശക്കയവ് എന്ന് പറഞ്ഞാൽ നിദ്ര പ്രാപിച്ചവർ, കടന്നുപോയവർ. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മുമ്പിൽ അവർ ജീവിക്കുന്നു, മറ്റൊരു രീതിയിൽ അവിടെ ജീവിക്കും, ജീവൻ്റെ നാഥനായി അവിടുന്ന് ജീവിക്കുന്നു. ഇതുപോലെ ആ ജീവനിലേക്ക് നാം പ്രവേശിക്കണം. കർത്താവിൻ്റെ ബലിയുടെ ആ രക്ഷയുടെ ഫലം നമ്മളിൽ കർത്താവ് നൽകുന്നത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി നാം ജീവിക്കണം. പ്രത്യാശയില്ലാത്ത വിജാതിരെ പോലെ നിങ്ങൾ കരയരുത് എന്ന് ഒന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രത്യാശയോടുകൂടി ജീവിക്കുക, ഉയിർപ്പിലുള്ള പ്രത്യാശ. അതുകൊണ്ട് ഈ സദുക്കായരുടെ തെറ്റായ പ്രബോധനത്തെ അവിടെ തിരുത്തുന്നതോടൊപ്പം ഈ ലോകത്തിൽ നിത്യജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരുപാട് പ്രബോധനങ്ങൾ, ചിന്താഗതികൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുകയും ശരിയായ ക്രൈസ്തവ വിശ്വാസത്തിൽ മുന്നേറുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.